യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഷോൺ ജോർജ്, അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ജനം ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ ബസ്തർ ബിഷപ്പ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഛത്തീസ്ഗഡിലോ ബസ്തർ റീജിയണിലോ ഒന്നും ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വിവിധ വികസന പദ്ധതികളുടെ നടത്തിപ്പ് പോലും ഈ മിഷണറിമാരുമായി ചേർന്നുകൊണ്ടാണ് നടപ്പാക്കുന്നത് എന്ന കാര്യം അദ്ദേഹം തുറന്നു പറയുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഷോൺ ജോർജ്? ഇവിടെ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സമൂഹം നരേന്ദ്രമോദി എന്ന ആ വലിയ നാമത്തെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലുള്ള അസ്വസ്ഥതയാണ് കോൺഗ്രസിന് കുറെ കാലങ്ങളായി പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഛത്തീസ്ഗഡില് ദുർഗിൽ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ FIR രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിമാൻഡഡ് ആയി. ഇതിനുശേഷമാണ് നമ്മൾ വിവരങ്ങൾ അറിയുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6-7 ദിവസം നമുക്കറിയാം, സ്വാഭാവികമായി ഇപ്പോഴിട്ടേക്കുന്ന FIR പ്രകാരം അവർക്ക് ജാമ്യം കിട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളൂ. അപ്പോൾ അവിടുത്തെ സർക്കാരിനെ ആ വിഷയത്തിൽ അവരുടെ നിരപരാധിത്വം കൺവേ ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇതിന്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഇതെല്ലാം ഛത്തീസ്ഗഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അവിടെ. പക്ഷെ അവിടെ ഇവർ പ്രതിയായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ. ഇവർ പ്രതിയല്ല, ഈ സിസ്റ്റർമാർ ആ കാര്യത്തിൽ പ്രതിയല്ലായിരുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്താണ് നമ്മൾ മുമ്പോട്ട് പോയത്. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയട്ടെ, 7 ദിവസമായ സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ അദ്ദേഹം വന്ന് ചീഫ് മിനിസ്റ്ററെ കണ്ടു, ഹോം മിനിസ്റ്ററെ കണ്ടു, അവിടെയുള്ള മന്ത്രിമാരെ മീറ്റ് ചെയ്തു. അവരെല്ലാം വളരെ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷണത്തെ വളരെ നിഷ്പക്ഷമായ രീതിയിൽ കാണുമെന്നും മാത്രമല്ല അവർക്ക് നീതി ലഭ്യമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവര് നമുക്ക് ചെയ്തു തന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും നിർബന്ധമായും നീതി ലഭിക്കണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യും. ഇവരുടെ എന്താണ് പ്രശ്നം? ആഗോള ക്രൈസ്തവ സഭയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഭാരതം. ആ ഭാരതത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന പ്രതീതി ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുക, അതുവഴി നരേന്ദ്രമോദിയെ മോശമാക്കുക. 2, കേരളത്തിലെ ക്രൈസ്തവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ നടത്തുന്ന വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനം. അത് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ പോരാ, മത തീവ്രവാദ സംഘടനകളോടുള്ള പ്രീണനം കണ്ടുമടുത്ത ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ BJPയോടൊപ്പം നിലകൊള്ളുന്ന കാഴ്ച കോൺഗ്രസിനും CPM-നും വലിയ ആകുലത സൃഷ്ടിച്ചു. അവിടേക്ക് ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അവര് വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും BJP ക്രൈസ്തവ വിരുദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ അവർ നടത്തിയ ഈ ബഹളങ്ങൾ അവർ നടത്തിയ ഈ പ്രചരണം, ആ പ്രചരണം കാരണം സംഭവിച്ചത് എന്താണ്? ഒരു 4 ദിവസം കൊണ്ട് ജാമ്യം കിട്ടുമായിരുന്ന ആ സിസ്റ്റർമാരുടെ വിഷയം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ഇത്രയും ദിവസം നീണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ എന്താണ് ലക്ഷ്യം? ഞാൻ ഇപ്പോഴും പറയട്ടെ, തിരുവസ്ത്രത്തെ കൊത്തിപ്പറിക്കാൻ നിന്ന കഴുകന്മാരായിരുന്നു കോൺഗ്രസും CPM. ആ കന്യാസ്ത്രീമാരെ എത്ര ദിവസം ജയിലിൽ കിടന്നാലും അത്രയും നല്ലതാണ് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനെന്ന് കരുതി ആ തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ നിന്ന കഴുകന്മാരായിരുന്നു ഇവിടുത്തെ കോൺഗ്രസും CPM-ഉം കഴിഞ്ഞ ഒരാഴ്ച. ഇവരുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇന്ത്യ ഒട്ടാകെ പ്രസ്താവന നടത്തുമ്പോഴും ആ സർക്കാർ അറിഞ്ഞൊരു കേസല്ല, ആ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി, ഛത്തീസ്ഗഡ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഇവർക്കെതിരെ നിലപാട് സ്വീകരിപ്പിക്കാൻ വേണ്ടി ഇവർ കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ നാടകങ്ങൾ എത്ര ദയനീയമായിരുന്നു, എത്ര മൃഗീയമായിരുന്നു. കാരണം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആ പാവം കന്യാസ്ത്രീമാരെ ഇനിയും ജയിലിൽ കിടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെല്ലാം ജോലി ചെയ്തത്. അതാണ് സങ്കടകരം. ഇവരുടെ ഉദ്ദേശം നല്ലതായിരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. അവരെ പുറത്തിറക്കാന്നുള്ള ആയിരുന്നില്ല ഇവരുടെ ഉദ്ദേശം. എത്ര കാലം കൂടുതൽ അവരെ ജയിലിലടയ്ക്കാവോ അതുവഴി നരേന്ദ്രമോദി സർക്കാരിനെയും BJP-യും മോശമാക്കണം. ആ വലിയ ലക്ഷ്യത്തോടു കൂടി അവിടെ നിന്ന് അവിടുത്തെ ഗവൺമെന്റിനെ പ്രൊവോക്ക് ചെയ്ത് അവിടെയുള്ള ഗവൺമെന്റിനെ മോശമാക്കി അവര് ഇതിന് വലിയ ഗൂഢാലോചനയാണ് നടത്തിയത്, ആ സിസ്റ്റർമാരെ ജയിലിലുള്ള നിലനിർത്തുവാൻ വേണ്ടി. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്. അങ്ങേ ഉൾപ്പെടെയുള്ള
BJPയുടെ സംസ്ഥാനത്തെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നേരിട്ട് പോയി നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഇടപെടലിനെ തുടർന്നുകൂടിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും ഇന്നലെ ജാമ്യം ലഭിച്ചത് എന്ന കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു സംശയവുമില്ല. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്.